സന്തോഷി, നമസ്തേ. നമസ്തേ നമസ്തേ. ഇന്ന് അങ്ങയോട് കുറച്ച് സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ട്. എന്തോരം വേണേലും ചോദിക്കാം. നമ്മളിപ്പോ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ, ദശാവതാരങ്ങളാണല്ലോ, അതിനാണല്ലോ നമ്മളിത് പൂജിക്കുകയും അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദശാവതാരങ്ങൾ ആണല്ലോ നമ്മളിപ്പോ പൂജിക്കുകയും വിശ്വസിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. ഈ മത്സ്യകൂർമ്മ വരാഹം നരസിംഹം എന്നൊക്കെ പറയുന്നത് അങ്ങനെ നിൽക്കെ തന്നെ വാമനൻ മുതൽ ഇങ്ങോട്ട് നമ്മൾ ശരിക്കും ഇവിടുത്തെ മനുഷ്യരാശി ആരാധിക്കുകയും പൂജിക്കുകയും ദേവതുല്യം കാണുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. അതെ. എന്റെ സംശയം, അല്ലെങ്കിൽ എനിക്ക് അറിയുന്നത്, എനിക്കല്ലെങ്കിൽ മനുഷ്യകുലത്തിന് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കല്ലേ മനുഷ്യകുലത്തിന് അറിയേണ്ടത്, അങ്ങോട്ടായതുകൊണ്ട് ചോദിക്കാവുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വാമനൻ എന്താണ്, അല്ലെങ്കിൽ വാമനൻ മുതൽ ഇങ്ങോട്ടുള്ള അവതാരങ്ങൾ, അതിന്റെ ഉൽപ്പത്തി എന്താണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇന്ന് ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിക്കുകയാണ്. അപ്പൊ അതൊരു മിഥ്യയിലാണ് നിൽക്കുന്നത്. അതെ. വ്യക്തത ഇല്ലാതെയാണ് ആരാധിക്കുന്നത്. അതെ. എന്റെ മനോഗതമാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ. അപ്പൊ അതിനൊരു വ്യക്തത എന്താ, ആരാണ് വാമനൻ, എന്താണ് വാമനൻ, എവിടെയാണ് അതിന്റെ ഉൽപ്പത്തി, അവിടെ മുതൽ ഇങ്ങോട്ട് അങ്ങ് ദശാവതാരത്തെ കുറിച്ച് മുഴുവൻ പറയേണ്ടി വരും. എന്നാൽ കൂടി വാമനൻ മുതൽ ഇതൊന്ന് വിശദീകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പ്രതിപാദിച്ചു പോയാൽ പോരെ? അത് മതി സന്തോഷി, അത് മതി. ഇനി അഥവാ സംശയം എന്താ ഞാൻ ചോദിച്ചോളാം. ഓക്കെ ഓക്കെ ഓക്കെ. വലിയ സബ്ജക്റ്റ് ആണ്, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങള് എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് 10 10 അവതാരങ്ങള് ഇന്ന് ജീവനെ നിലനിർത്തുന്നതിന് കാരണമായിരിക്കുന്ന മാനവരാശിയെ നയിക്കുന്ന പ്രധാനപ്പെട്ട 10 വൈഷ്ണവ അവതാരങ്ങളെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. ഇപ്പൊ 9 അവതാരങ്ങള് എന്ന് പറഞ്ഞ അവസ്ഥയിൽ ശ്രീകൃഷ്ണൻ വരെ വന്ന് നിൽക്കുകയാണ്. ആദ്യം അറിയേണ്ടത് നമ്മളെല്ലാവരും മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണ് എന്നുള്ളതാണ്. അത് ശരി. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ മഹാവൈഷ്ണവ ലോകമാണ്, വൃക്ഷലോകമാണ്. നമ്മളുടെ പിതൃസ്ഥാനം അലങ്കരിക്കുന്ന മഹാവൈഷ്ണവ ശക്തിയായിരിക്കുന്ന ഈ ഹരിതലോകമാണ് നമ്മളുടെ പിതൃസ്ഥാനത്ത്. ആ മഹാവൈഷ്ണവ ശക്തിയിൽ നിന്നിട്ടാണ് ഈ സസ്യലോകത്തിന്റെ പ്ലാനാണ്, ഈ പ്ലാന്റിന്റെ പ്ലാനാണ് സർവ്വതും. അതായത് ജീവാത്മശക്തി എന്ന് പറയുന്നതാണ് ഈ സസ്യലോകം. ജീവലോകത്തിനുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് സർവ്വതും നമ്മളുടെ കുണ്ഠിതങ്ങളെ അകറ്റുന്ന വൈകുണ്ഠനാഥനായിരിക്കുന്നത് ഈ സസ്യപ്രപഞ്ചമാണ്, ഈ ഹരിതലോകമാണ്. സൂര്യതാപത്തെ ഹരിച്ച് ജീവലോകത്തെ പരിപാലിക്കുന്ന സർവ്വ ജീവനാംശവും, എന്തെല്ലാം ജീവനാംശങ്ങളുണ്ടോ അത് സർവ്വതും തരുന്ന ഈ വൈഷ്ണവ ശക്തി തന്നെയാണ് നമ്മളുടെ പിതൃസ്ഥാനത്ത്. ആ വൈഷ്ണവ ശക്തിയുടെ അവതാരങ്ങളാണ് നമ്മള് ഏകകോശ ജീവാവസ്ഥയിൽ നിന്നും തുടങ്ങിയാൽ, അതായത് ജീവനാത്മാവേകുന്ന ജീവാത്മശക്തിയായിരിക്കുന്ന സസ്യപ്രപഞ്ചത്തിൽ നിന്നും, ഈ പ്ലാന്റിൽ നിന്നും തുടങ്ങിയാൽ ഏകകോശ ജീവാവസ്ഥയിൽ നിന്നും മത്സ്യം, ജലത്താൽ മത്സ്യം, ജലത്തെ അയനം ചെയ്യിപ്പിക്കുന്നതാണ് ഈ നാരായണൻ. നാരത്താൽ അയനം ചെയ്യുന്നവൻ, നാരത്താൽ അയനം ചെയ്യുന്നവൻ, നാരത്തെ അയനം ചെയ്യിക്കുന്നവൻ ആരോ അവൻ നാരായണൻ. ആ പരമസത്യമായിരിക്കുന്ന ജലത്തിന്റെ ലോകത്താണ് ബ്രഹ്മശക്തിയായിരിക്കുന്ന ആ ബ്രഹ്മാവ് വസിക്കുന്നത്. സത്യലോകത്താണ് ബ്രഹ്മാവ് വസിക്കുന്നത്. ആ സത്യലോകം സൃഷ്ടിക്കുന്നത് ഈ വൈഷ്ണവ ശക്തിയായിരിക്കുന്ന ഈ ഹരിതലോകമാകുന്നു എന്ന് അറിഞ്ഞാലും, അങ്ങനെ വരുമ്പോൾ ആ ജലത്തിൽ നിന്നാണ് ജീവൻ ജനിക്കുന്നത്. ജീവൻ തന്നെ ജലമാകുന്നു. ആ ജലം ഏറ്റവും പ്യൂറായിരിക്കുന്ന, ആ പരിശുദ്ധമായിരിക്കുന്ന ജലം ജീവനെ പർവ്വതീകരിക്കുന്ന, നമ്മുടെ ശരീരത്തെ പർവ്വതീകരിക്കുന്ന പാർവതിയാകുന്നു. ആ പാർവതി ജലമാകുന്നു. ആ ജലത്തിലാണ് ആദ്യം ജീവൻ ജനിക്കുന്നത്. സസ്യലോകത്തു നിന്നും മതിച്ച് മത്സരിച്ച് ജന്തുലോകമാകുവാൻ ആദ്യം ശ്രമിക്കുന്നത് മത്സ്യം. സസ്യലോകത്തു നിന്നും മത്സരിച്ച് മതിച്ച് ജന്തുലോകമാകുവാൻ ശ്രമിക്കുന്നത് മത്സ്യം. മത്സ്യത്തിൽ നിന്നും, ജലത്തിൽ നിന്നും അടുത്ത അവതാരം മത്സ്യം, കൂർമ്മം, വരാഹം. അതെ. അപ്പൊ ഈ മത്സ്യത്തിൽ നിന്ന് അങ്ങ് പറയുമ്പോ ഈ മഹാവിഷ്ണു വിഷ്ണു പ്രകൃതിയിൽ നിന്ന്, വിഷ്ണു ലോകത്തു നിന്ന്, അല്ലെങ്കിൽ സസ്യപ്രകൃതിയുടെ സസ്യലോകത്തു നിന്നും എങ്ങനെയാണ് ഈ ജീവന്റെ ഉൽപ്പത്തി? ഈ ജീവനാണല്ലോ മത്സ്യം, മത്സ്യത്തിന് ജീവനുണ്ടല്ലോ.
ജീവൻ ജലമാകുന്നു. ജലത്തിന്റെ മായ മാത്രമാണ് നമ്മളെല്ലാം. അപ്പൊ ഈ ജലത്തിൽ നിന്നും ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ആ വൈഭവത്താലാണ് ഏകകോശാവസ്ഥ ആയിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിന്റെ തുടുപ്പായിരിക്കുന്ന ഏകകോശാവസ്ഥയിൽ നിന്നാണ് മത്സരിച്ച് മതിച്ച് ജന്തുലോകമാകുവാൻ മത്സ്യമുണ്ടാകുന്നത്. ഒരുപാട് പരിണാമങ്ങളിലൂടെയാണ് മത്സ്യത്തിലേക്ക് എത്തുന്നത്. ഞാൻ അങ്ങയോടെ അല്പം കൂടെ വിശദീകരിച്ച് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ മതിച്ച് മത്സ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പ്രസന്റ് കാലഘട്ടത്തിലും വർത്തമാന കാലഘട്ടത്തിലും ഇപ്പോഴും ആ പ്രവൃത്തി നടക്കുന്നുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഈ കടലില് ഈ ജലത്തില് മത്സ്യമില്ലെങ്കില് ജന്തുലോകം ഉണ്ടാവില്ല. നമ്മൾ പിടിച്ച് അരിച്ച് തിന്നുന്നുണ്ടല്ലോ. ഈ മത്സ്യമില്ലെങ്കിൽ മത്സരിച്ച് ജന്തുലോകമാകുവാനുള്ള ഈ മത്സ്യമില്ലെങ്കിൽ നാളെ ജന്തുലോകത്തിന്റെ അവസ്ഥയും പരിതാപകരമായിരിക്കും. പുല്ലാണ് പല്ലുകളെ സൃഷ്ടിക്കുന്നത്, ചില്ലകളാണ് എല്ലുകളെ സൃഷ്ടിക്കുന്നത്, ചെണ്ടാണ് ചുണ്ടുകളെ സൃഷ്ടിക്കുന്നത്, കുന്നാണ് കണ്ണുകളെ സൃഷ്ടിക്കുന്നത്, മാടാണ് മേടുകളാൽ ജനിക്കുന്നത്. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. ഇതെല്ലാം മഹാവൈഷ്ണവ ശക്തിയുടെ വൈഭവങ്ങൾ മാത്രമാണ് എന്നറിഞ്ഞാലും അതിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മഹാവൈഷ്ണവ ശക്തിയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അവതാരം എന്ന് പറയുന്നത് മനുഷ്യനാണ്. അപ്പോ ഈ പ്രപഞ്ചത്തിൽ മത്സ്യമായും അതിനുശേഷം കൂർമ്മമായും, അതായത് ജലത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ ശേഷിയുള്ള കൂർമ്മമായും, പിന്നെ ഈ ചതുപ്പായിരിക്കുന്ന ഈ ഭൂമിയെ ചതുപ്പിൽ നിന്നും ശിവത്വത്തെ ഉയർത്തുന്ന വരാഹമായി, അതായത് ചെടിയെ തിന്നൊടുക്കി ഈ ചതുപ്പായിരിക്കുന്ന ചത്തുപോയ ശിവനിൽ നിന്നും ഈ ശൈവത്തിൽ നിന്നും ശിവത്വത്തെ ഉയർത്തുന്ന ഭൂഗർഭജലത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഭൂമിയെ സൃഷ്ടിക്കുന്ന വരാഹമായും, അതിനുശേഷമോ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. ഒരു കാലത്ത് ദൈത്യയുഗമായിരുന്നു. അതായത് സസ്യലോകത്തെ തിന്നൊടുക്കുന്ന ജീവജാലങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു ലോകക്രമമായിരുന്നു. ഹിരണ്യകശിപുമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഹരിയെ തിന്നൊടുക്കുന്ന, ഈ ഹരിതലോകത്തെ തിന്നൊടുക്കുന്ന, ഹരിതലോകത്തെ തന്നെ അസ്തമിപ്പിക്കും, ഹരിയുടെ നാമം പോലും ഇല്ലാത്ത ആ അവസ്ഥയിലേക്ക് ലോകം എത്തുന്ന ഒരു കാലത്തിലാണ് ഈ ഹരിതലോകത്തെ തിന്നൊടുക്കുന്ന ഹിരണ്യകശിപുമാരുടെ മാറു പിളർന്ന് രക്തം കുടിക്കുന്ന ഹിരണ്യകശിപുമാരായിട്ടുള്ള മുഴുവൻ ജീവലോകത്തിന്റെയും മാറുപിളന്ന് രക്തം കുടിക്കുവാൻ കഴിവുള്ള നരസിംഹം എന്ന് വെച്ചാൽ ദൈത്യ പ്രതിസന്ധിയായിരുന്നു. 12,000 വർഷം നീണ്ടു നിന്ന ദൈത്യ പ്രതിസന്ധി. കാരണം ഒരു വൈഷ്ണവ നാമം പോലും ഇല്ലാതെ, അതായത് സസ്യലോകത്തിന്റെ ഒരു നാമം പോലും ഇല്ലാതെ, നാം പിടാൻ പോലും ഹരിയില്ലാത്തൊരവസ്ഥയിലേക്ക് ജീവലോകങ്ങൾ പെറ്റുവരികയും പരസ്പരം മത്സരിച്ച് തിന്ന് പട്ടിണി കിടന്ന് മരിച്ച് ജീവലോകം തന്നെ അപ്രത്യക്ഷമാകുമെന്ന ദൈത്യ പ്രതിസന്ധിക്കൊടുവിലാണ് നരസിംഹം, അതായത് സസ്യലോകത്തെ തിന്നൊടുക്കുന്ന ഹിരണ്യകശിപുമാരെ തിന്നൊടുക്കുന്ന മാറ് പിളർന്ന് രക്തം കുടിക്കുവാൻ, കുടൽമാല പുറത്തിട്ട് രക്തം കുടിക്കുവാൻ, മാംസം കഴിക്കുവാൻ ശേഷിയുള്ള സിംഹം എന്ന് പറയുന്ന ആ ജീവലോകം. അതാണ് ജന്തുലോകത്തെ സിംഹാസനത്തിൽ വീണ്ടും ഇരുത്തത്. ജീവലോകത്തെ സിംഹാസനത്തിൽ, ആനന്ദത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്ന ഭാവത്തിലാണ്. കാരണം പ്രതിസന്ധിയിൽ നിന്നും ജീവലോകത്തെ രക്ഷിച്ച അവതാരമായിട്ട് വരുന്നതാണ് നരസിംഹം. ദൈത്യ പ്രതിസന്ധിയിലെ ലോകം എന്നേക്കുമായിട്ട് അസ്തമിച്ചേനെ. അവിടെ നിന്നാണ് നരസിംഹത്തിന്റെ അവതാരം. അതായത് മറ്റുള്ള ജീവലോകത്തെ ആ നരസിംഹത്തിന്റെ ആ അവതാരത്തോടുകൂടി ഈ ഹിരണ്യകശിപുമാരുടെ പരമ്പരയിൽപ്പെട്ട ഹിരണ്യകശിപുവിന്റെ വംശത്തിൽ നിന്നും അടുത്ത വംശമായിരിക്കുന്ന പ്രഹ്ലാദൻ എന്ന് പറയുന്ന ആ വംശത്തെ, ആ പരമ്പരയെ ആനന്ദിപ്പിച്ച് സിംഹാസനത്തിൽ ഇരുത്തിക്കൊണ്ട് സിംഹം എന്ന് പറയുന്ന, നരസിംഹം എന്ന് പറയുന്ന അവതാരം നരനിൽ നിന്നും ജനിച്ചത് കൊണ്ടാണ് നരസിംഹം. നരൻ വൃക്ഷമാകുന്നു. നാരത്താൽ ജനിച്ചവൻ നരൻ, അത് വൃക്ഷലോകമാണ്. നരബലി എന്ന് പറഞ്ഞാൽ വൃക്ഷത്തെ വെട്ടുക എന്നാണ് അർത്ഥം. നമ്മൾ പാമ്പൻ പാലങ്ങളൊക്കെ നിർമ്മിക്കണമെങ്കിൽ നരബലി നടത്തണം. അതെന്ന് വെച്ചാൽ അതിന്റെ പില്ലറുകൾ ഉറപ്പിക്കണമെങ്കിൽ വലിയ മരം തന്നെ അവിടെ വെട്ടി പ്രതിപാദിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ നരബലി നടത്തിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പൊ അതുപോലെ നരൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. നാരത്താൽ ജനിച്ചവൻ, നാരത്തെ അയനം ചെയ്യിപ്പിക്കുന്നവൻ, ആരോ പ്രേമരൂപേണ ഈ
പ്രപഞ്ചത്തിൽ നിറയുന്നവനാരോ അവൻ നരൻ. ആ നരനിൽ നിന്നും ജനിച്ചത് കൊണ്ടാണ് ജന്തുലോകത്തിന്റെ ആഹ്ലാദത്തെ ജനിപ്പിക്കുവാൻ, വൈഷ്ണവ ശക്തിയെ വീണ്ടും പുനർജനിപ്പിക്കുവാൻ ശേഷിയുള്ള ആഹ്ലാദത്തെ സിംഹാസനത്തിൽ ഇരുത്തുന്ന അവസ്ഥയില് നരസിംഹം. അത് കഴിഞ്ഞിട്ടാണ് ജ്ഞാനിയായിട്ടുള്ള മാനവനായിട്ടുള്ള വാമനൻ. വാമനൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. നരസിംഹത്തിൽ നിന്നും വാമനായിട്ടുള്ള അതിന്റെ പിറവിയെ കുറിച്ചാണ്. അതായത് നരസിംഹത്തിൽ നിന്നും വാമനൻ എന്നല്ല അതിന്റെ അർത്ഥം വരിക കേട്ടോ. അതായത് പിന്നെ ഒരു പ്രധാനപ്പെട്ട അവതാരം ഉണ്ടാകുന്നത് പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവലോകത്തെ നയിക്കുവാൻ ശേഷിയുള്ള ഏറ്റവും പൂർണ്ണ അവതാരമായിരിക്കുന്ന വാമനൻ എന്ന് പറയുന്ന, സൃഷ്ടിയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ജ്ഞാനാവതാരമായിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന വാമനൻ. നാണം മറയ്ക്കുവാൻ ശേഷിയുള്ളവൻ, കുട ചൂടുവാൻ, കമണ്ടലു കയ്യിലെടുത്തവൻ, അങ്ങനെ നാരത്തെ സംരക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള ജ്ഞാനം കൊണ്ട് അവതാരമായ, ലംബമായി ഉദരമുള്ള, നിവർന്ന് നിൽക്കുവാൻ ശേഷിയുള്ള ആ മനുഷ്യന്റെ അവതാരം. അതാണ് വാമനൻ. വാമനന് ശേഷമാണ് ഈ മനുഷ്യൻ. വാമനൻ എന്ന് പറയുന്ന മാനവന് ശേഷം പിന്നീട് ഏറ്റവും ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു അവതാരം എന്ന് പറയുന്നത് പരശുരാമനാണ്. അപ്പൊ എല്ലാരും ചോദിക്കും, ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഒരു വീഡിയോക്ക് താഴെ, നമ്മുടെ ഒരു വീഡിയോക്ക് താഴെ ഒരു കമന്റ് വന്നിരുന്നു, സ്വന്തം അമ്മയെ കൊന്ന ആളെ അതിലും വലിയ തെറ്റല്ലല്ലോ എന്നും പറഞ്ഞിട്ടൊരു സംഭവം വന്നായിരുന്നു. പരശുരാമൻ 21 വട്ടം ഭൂർലോകം എന്ന് പറയുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിൽ ചുറ്റി നടന്ന് ക്ഷത്രിയ നിഗ്രഹം നടത്തി ആനന്ദിച്ച മനുഷ്യനാണ്. എത്ര പേരെ കൊന്നു തള്ളിയിട്ടുണ്ടെന്ന് ലോകത്തൊരു കണക്കുമില്ല, അത്രയും കൊന്നു തള്ളിയ ആളാണ്. അതിനൊന്നിപ്പോ സ്വന്തം അമ്മയെ കൊന്നു തള്ളിയ ആളാണ്. സ്വന്തം അമ്മയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ലോകം എത്ര കണ്ട് അധപ്പതിച്ചു എന്നാലോചിച്ചാൽ മതി. അത്ര കണ്ട് അധപ്പതിച്ച ഒരു ലോകക്രമത്തിൽ നിന്നും ജ്ഞാനം നഷ്ടപ്പെട്ട് അജ്ഞതയിൽ മുഴുകി ആയോധനത്തിന് പ്രാധാന്യമുള്ള ആ ലോക വ്യവസ്ഥയുടെ ഏറ്റവും ഭീകര ആൾരൂപമായിരിക്കുന്ന പരശുരാമനെ ആയുധം താഴെ വെപ്പിച്ചിട്ട് സർവശാസ്ത്രവും ധരിച്ച് ഭാർഗവ നിലയം എന്ന് പറയുന്ന ക്ഷേത്രഭൂമിയെ സൃഷ്ടിക്കുവാൻ ശ്രീരാമന്റെ ദർശനങ്ങൾ നടപ്പിലാക്കി ലോകത്തെ കാണിച്ചു കൊടുത്ത ആ സിദ്ധാന്തം, ത്രേത സിദ്ധാന്തം, ആ ത്രയംബകം എന്ന് പറയുന്ന വില്ലിനെ ഒടിച്ച, അതായത് ആധ്യാത്മികതയും ആദിഭൗതികതയും ആദിജൈവികതയും ആ 3 പാപത്രയങ്ങളും ചേർന്ന ത്രയംബകം എന്ന് പറയുന്ന യുദ്ധവെറിയുടെ അമ്പിനെയും വില്ലിനെയും ഒടിപ്പിച്ച് യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള രാജാക്കന്മാരെ മാളത്തിൽ ഒളിപ്പിച്ച ജ്ഞാന സിദ്ധാന്തം, വേദ സിദ്ധാന്തം. അതാണ് ശ്രീരാമ സിദ്ധാന്തം. ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തം. ആ സിദ്ധാന്തം പഠിക്കുകയും ആ സിദ്ധാന്തം ലോകത്ത് നടപ്പിലാക്കി കാണിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും ചെയ്ത ജ്ഞാനാവതാരമായി, അതായത് അജ്ഞതയുടെ ആൾരൂപം ജ്ഞാനത്തിന്റെ ആൾരൂപമായി മാറിയ അവതാരമാണ് പരശുരാമൻ. അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ വ്യതിയാനം വരുത്തിയ ആള്. അതെ, ആ സ്വന്തം അമ്മയെ വധിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും മൂഢൻ ലോകത്തില്ല. അത്രയും അജ്ഞതയിൽ നിന്നും ആയോധനത്തിന്റെ ആ അന്ധമായിട്ടുള്ള കരാളഹസ്തമുണ്ടായിരുന്ന, അത്രയ്ക്കും ലോകം ഭയന്ന് വിറയ്ക്കുന്ന ഒരു വ്യക്തി. ക്ഷത്രിയ വീരമാണെന്ന് ലോകത്തെ നശിപ്പിച്ചത്. ആ ക്ഷത്രിയ വീരന്മാരുടെ അന്തകനായിട്ട് മാറിയ, ക്ഷത്രിയനാണെന്ന് പറഞ്ഞാൽ മുന്നിൽപ്പെട്ട മുഴുവൻ ക്ഷത്രിയന്മാരെയും വധിക്കുന്ന അത്രയും ക്രൂദ്ധനായിട്ടുള്ള പരശുരാമനെ ജ്ഞാനാവതാരമാക്കി ആയുധം താഴെ വെപ്പിച്ച് ഈ വേദ സിദ്ധാന്തത്തിലേക്ക് ഉയർന്ന് ലോകത്തിൽ ആ ശ്രീരാമ സിദ്ധാന്തം നടപ്പിലാക്കി കാണിച്ച അദ്ദേഹമാണ് പിന്നെ ലോകത്തിലെ ഏറ്റവും പരിവർത്തനപ്പെടുവാൻ കാരണമായിരിക്കുന്ന അവതാരം. മനസ്സിലായോ? അമ്മയെ കൊന്ന ആൾ എങ്ങനെയാണ് ആരാധ്യ പുരുഷനാവുന്നതെന്ന്. അത്രയും ജീർണത ബാധിച്ച സമയത്താണ് അദ്ദേഹത്തിന്റെ. അതെ, അന്ന് വിദേഹം എന്നാണ് ജനകൻ, ഏറ്റവും അറിവിന് പ്രാധാന്യമുള്ള രാജാവ് ജനകനാണ്. ആ മിഥില അറിയപ്പെട്ടത് വൈദേഹം എന്നാണ്. അവിടെ ഓരോ സ്ത്രീകളും സീമന്തിനികളായിരുന്നില്ല. സീതയുടെ നാടിനെ സീമന്തമണിയിച്ച ത്രേത സിദ്ധാന്തമാണ് ശ്രീരാമൻ അവതരിപ്പിച്ചത്.